അതായത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദിവ്യയെ ഉപയോഗപ്പെടുത്തി. അതിന് സാങ്കത്യമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ രണ്ടൊപ്പുണ്ട്, രണ്ടു പേരുണ്ട്. രണ്ടൊപ്പമുള്ള ആളെന്ന് പറഞ്ഞാൽ ഭൂലോക ഫ്രോഡ് എന്നാണ് അർത്ഥം. ഭൂലോക ഫ്രോഡ് എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ഒരർത്ഥവും അവൻ ഫ്രോഡാണ്. അപ്പോൾ ഈ ഫ്രോഡ് പറഞ്ഞത് കേട്ട് പറയാനിരിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് ഈ കാര്യം സാധിച്ചു കിട്ടാൻ ഇത്തിരി സമയമെടുത്തു. അനുമതി കൊടുത്തു, ഒരു കാലതാമസവും ഉണ്ടായില്ല. പക്ഷെ ചില സംശയങ്ങൾ ചോദിച്ചു. അതവർക്ക് ഇഷ്ടമായി കാണില്ല. കാരണം വളവുള്ള ഒരു റോഡിൽ പെട്രോൾ പമ്പ് കൊണ്ടുവച്ചാൽ രണ്ട് വശത്തൊന്നും വണ്ടി കയറേണ്ടത്, രണ്ട് വശത്തും കയറുന്ന ഇറങ്ങുന്നതുമായ വണ്ടികൾ പിടികിട്ടും. അത് തന്നെയാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ SFIക്കാർ കൊന്ന ആ വിദ്യാർത്ഥിയുടെ കാര്യം. ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എത്രയോ മരണങ്ങൾ. ഈ നീതി കിട്ടുക എന്ന് പറയുന്നത് ഓണം ബമ്പർ അടിക്കുന്നത് ആർക്കെങ്കിലും എപ്പോഴും കിട്ടുന്നത് നീതി കിട്ടുന്നതാണ് വാർത്ത. നീതി കിട്ടാതിരിക്കുന്ന വാർത്ത. സർ നമസ്കാരം. നമസ്കാരം സർ, നമ്മുടെ ADM നവീൻ ബാബു മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. ഈ കേസിൽ ഇതുവരെ ദിവ്യയായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു വില്ലത്തി വേഷത്തിലുണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് തോന്നുന്നു ദിവ്യയും ഇതിലൊരു കരുവാക്കപ്പെട്ടിരിക്കുകയാണോ എന്നുള്ളത്. സാറിന് എന്ത് തോന്നുന്നു? അതായത് ദിവ്യയെ ദിവ്യ ആ ഒരു കാര്യം പറഞ്ഞു, യോഗത്തിൽ വരുന്നു, അപമാനിക്കുന്നു, പോകുന്നു. പക്ഷെ ആ സാഹചര്യം ചിലർ മുതലെടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. അതായത് ദിവ്യയെ കരുവാക്കി അവരുടെ ആവശ്യം അവർ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. അപ്പൊ കരുവാക്കുകയല്ല ചെയ്തിട്ടുള്ളത്, ദിവ്യയെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത്. അതായത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദിവ്യയെ ഉപയോഗപ്പെടുത്തി. അതിന് സാങ്കത്യമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവരെ ഇവിടെ വന്ന് പറഞ്ഞത് പാൽപുഞ്ചിരി പോലുള്ള ചിരി ചിരിച്ചാൽ പോരാ, ഇനി പോകുമ്പോഴെങ്കിലും ഇതുപോലെ ആകരുത് എന്നൊക്കെ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇതിന് ഇവരുടെ കയ്യിൽ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അതായത് പ്രശാന്ത് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവരിങ്ങനെ ക്ഷോഭിച്ചത്. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇതുപോലെ എന്തെല്ലാം പരാതികൾ എവിടെ നിന്നെല്ലാം കിട്ടും. എന്നിട്ട് അവർക്ക് പറയാൻ വേറെ ഒരാളിൻ്റെയും പേരില്ല പരാതി. ഇങ്ങനൊരു അഴിമതിക്കാരനായിട്ടുള്ള ആളാണെങ്കിൽ അയാൾ ഒരാഴ്ചയെങ്കിലും അവിടെ നിന്ന് കഴിഞ്ഞാൽ എത്രയോ പരാതികൾ വരാണ്ടതാണ്. ഇവിടെ ആകെ വന്ന പ്രശാന്ത് ബാബു. എന്നിട്ട് അയാൾ അതിൽ നിന്ന് കാല് മാറി. അയാൾ അതിനെക്കുറിച്ച് പരാതി കൊടുത്തിട്ടില്ല. അയാൾ പൈസ കൊടുത്തൊന്നും ഉറച്ചു പറഞ്ഞിട്ടില്ല. പിന്നെ മിണ്ടുന്നുമില്ല. പത്രക്കാരിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു. അയാള് പറയുന്നു അയാൾക്ക് രണ്ടൊപ്പുണ്ട്, രണ്ടു പേരുണ്ട്. രണ്ടൊപ്പമുള്ള ആളെന്ന് പറഞ്ഞാൽ ഭൂലോക ഫ്രോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൂലോക ഫ്രോഡ് എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. വേറെ ഒരർത്ഥവും ഇല്ല. അവൻ ഫ്രോഡാണ്. അപ്പോൾ ഈ ഫ്രോഡ് പറഞ്ഞത് കേട്ട് പറയാനിരിക്കുന്ന ആളാണോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്? ഇതാണോ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? അപ്പോൾ ഫ്രോഡുകളാണ് അവർക്ക് നല്ല ആൾക്കാർ. സത്യസന്ധനായ നവീൻ ബാബു ശത്രുവുമായി തീരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തൊരു വീഴ്ചയുണ്ട്. കേട്ടത് പറയാനിരിക്കുന്ന മാസ്റ്റേഴ്സ് വോയിസ് ആവരുതല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതുകൊണ്ട്. പക്ഷേ ഈ താങ്കൾ പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട്. ആർക്കൊക്കെയോ ഇയാളെ ന്യായമായിട്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ടും കൈക്കൂലി കാണിച്ച് അഴിമതി നടത്തിക്കൊണ്ട് ചട്ടവിരുദ്ധമായിട്ട് അനുവാദങ്ങൾ കൊടുക്കാത്ത ആളായതുകൊണ്ടും ഒരു പക്ഷേ ചിലത് ഇദ്ദേഹത്തെ തട്ടാൻ തന്നെ തീരുമാനിച്ചിരുന്നിരിക്കാം. ഒരു മാഫിയ സംഘം അതുണ്ട് താനും. പ്രശാന്ത് ബാബുവിൻ്റെ പിന്നിൽ ഒരു 9 അംഗ സംഘമുണ്ട്. അത് അവിടുത്തെ CPMൻ്റെ പ്രബല നേതാക്കളുടെ ബന്ധുക്കളുമാണ്. അപ്പോൾ അവർക്ക് ഈ കാര്യം സാധിച്ചു കിട്ടാൻ ഇത്തിരി സമയമെടുത്തു. അനുമതി കൊടുത്തു, ഒരു കാലതാമസവും ഉണ്ടായില്ല. പക്ഷെ ചില സംശയങ്ങൾ ചോദിച്ചു. അതവർക്ക് ഇഷ്ടമായി കാണില്ല. കാരണം വളവുള്ള ഒരു റോഡിൽ പെട്രോൾ പമ്പ് കൊണ്ടുവച്ചാൽ രണ്ട് വശത്തൊന്നും വണ്ടി കയറേണ്ടതാണ്, രണ്ട് വശത്തും കയറുന്ന ഇറങ്ങുന്നതുമായ വണ്ടികൾ പിടികിട്ടും. ജീവൻ അപകടത്തിലാകും. വഴിയിൽ ചോര വീഴുക, ചോരപ്പുഴയായി മാറുക. അല്ലാതെ തന്നെ ധാരാളം അപകടം നടത്തുന്നു. അപ്പോൾ അപകടകരമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ പമ്പ് വെക്കുന്നത് ശരിയാണോ? ഈ ചോദ്യം അദ്ദേഹം ചോദിച്ചതാണ്. ആ ചോദ്യം ചോദിച്ചത് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഭരിക്കുന്ന ഒരു സ്ഥലത്ത്, ഞങ്ങളുടെ കളക്ടർ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ADC ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്നൊരു സംശയമൊക്കെ അവർക്ക് തോന്നിക്കാണും. അപ്പം നിങ്ങൾ ഇതൊന്ന് പറയുക. അവന് പോകാൻ നേരത്ത് അവനൊരു അടി കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുകയാണ്. ആത്മഹത്യ ചെയ്യുമെന്ന് ഉദ്ദേശിച്ചില്ല. പക്ഷേ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താ? ഏതെങ്കിലും കൂട്ടുകാരൻ ചെന്നിട്ട് ഗസറ്റഡ് ഓഫീസർമാരുടെ ഒരു സംഘടനയുണ്ടല്ലോ ഇവർക്ക്. ആ സംഘടനയിൽ CPMൻ്റെ
അഫിലിയേറ്റഡ് സംഘടനയാണ്. ആ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും ചെന്ന് പറയുകയാണ്, സാരമില്ല ഇതെങ്ങനെയൊക്കെ പറഞ്ഞ് അവരങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചോദിക്കാം എന്ന് പാർട്ടിക്കാരോ പാർട്ടിയോട് ബന്ധമുള്ള സംഘടനാ നേതാക്കളോ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മരണം സംഭവിക്കില്ല. ആരുമില്ല, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ മാത്രമുണ്ട്. അപ്പോഴും എനിക്കൊരു സംശയം സാർ, എത്ര വർഷത്തെ സർവീസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, വില്ലേജ് ഓഫീസറായി തുടങ്ങി അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നു വന്ന ഒരു ഉദ്യോഗസ്ഥൻ. എന്തായാലും ഇതിനു മുമ്പും അദ്ദേഹം ഇത്തരത്തിലുള്ള മൊടകളെ കണ്ടിട്ടും കേട്ടിട്ടും തന്നെയല്ലേ ഉണ്ടായിട്ടുണ്ടാവുക? അല്ല, ചില തൊഴിലിൽ പലതരത്തിലുള്ള ആൾക്കാർ ചിലരുണ്ട്, എത്ര കൈക്കൂലി വാങ്ങിച്ച് അറസ്റ്റ് ചെയ്താൽ ഒരു നാണമില്ല. ഒരു ദൂരദർശനിലെ ഒരു പി ആർ മുഹമ്മദ് ഉണ്ടായിരുന്നു, കൈക്കൂലി വാങ്ങിച്ചതിന് കയ്യോടെ റെഡ് ഹാൻഡഡ് തെളിവ് സഹിതം പിടികൂടിയതാണ്. പത്രത്തിൽ 1-ാം പേജ് ഫോട്ടോയൊക്കെ വന്നു. ദൂരദർശൻ ഡയറക്ടറല്ലേ അഴിമതിക്ക് വേണ്ടി. പിന്നെ അഴിമതി നടത്തുന്ന എത്രയോ പേര് ആ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ വലിയ ഒരു ഉളുപ്പും കൂടാതെ ഒലിക്കൊട്ടിയോട് കൂടി ഇരുന്നിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അഴിമതി നടത്താത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആരോപണം വരികയും തൻ്റെ 2 പെൺകുട്ടികളും ഭാര്യയും ഉൾപ്പെടെയുള്ള ആൾക്കാർ താമസിക്കുന്ന ആ നഗരത്തിലും ഗ്രാമത്തിലും എല്ലാം ഇത് പരസ്യമായിട്ട് അറിയപ്പെടുകയും നല്ലൊരു കുടുംബമാണ്. നല്ല കുടുംബമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതുവരെ അങ്ങനെ ഒരു ആരോപണം വരാത്ത, യാതൊരു വിധമായിട്ടുള്ള കുഴപ്പങ്ങളും ആരോപിക്കപ്പെടാത്ത ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നല്ല കുടുംബം, തറവാടെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആഭിജാത്യമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദനയുണ്ടാക്കും, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുക. അതറിയുമ്പോൾ ഭാര്യ ചിലപ്പോൾ ഇദ്ദേഹത്തോട് ദേഷ്യപ്പെടും, മക്കൾ ചിലപ്പോൾ ദേഷ്യപ്പെടും, ബന്ധുക്കൾ ദേഷ്യപ്പെടും, സംഭവം അങ്ങ് മാറും. അവിടെ മുഴുവൻ ഈ വീഡിയോ ആസൂത്രിതമായിട്ട് തന്നെ ഈ തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ നീ അങ്ങോട്ടെങ്ങനെ പോകുമെന്നൊരു ചിന്ത പാവപ്പെട്ട ദുർബല മനസ്സുള്ളവരെ കേട്ടയാണ്. എല്ലാവരും ഇപ്പോൾ അങ്ങ് കരുത്തുള്ള മനസ്സുള്ളവരാവാൻ പറ്റില്ലല്ലോ. വളരെ ലോലമായ മനസ്സുള്ളവരും ഉണ്ട്, ആണുങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. എനിക്കറിയാം, അവർക്ക് ചെറിയ ഒരു അപമാനം പോലും താങ്ങാൻ കഴിയുകയില്ല. മാനസികമായിട്ടൊരു ഓരോ ജീൻ പൂളുണ്ട്, അതൊന്നും പെട്ടെന്നൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല എത്ര പറഞ്ഞാലും. അങ്ങനെ ഒരു മനുഷ്യനായിരിക്കും. ഇദ്ദേഹത്തെ കണ്ടാലും അങ്ങനെ ഒരു സോഫ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള, സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള, സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടേ തോന്നിയിട്ടുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൈക്കൂലി കാണിക്കാനോ വാങ്ങിക്കാനോ കള്ളം കാണിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. നല്ല ഉറപ്പുള്ള ചങ്കൂറ്റമുള്ള മനുഷ്യരായി കൈക്കൂലി വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാലോ എന്നുള്ളൊരു പേടി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ പേടി നല്ലതാണ്. അതുള്ളയാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുക, ഇതെങ്ങനെ അനുമതി തരും, ഇത് തെറ്റാണല്ലോ, ഇത് ശരിയായ രീതിയിലല്ലോ, ഇത് ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി കാണും. കാരണം ഇവരുടെ പാർട്ടിക്ക് വേണ്ടി ഇവരും ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവർ അതിൽ ഇൻസൾട്ടഡായി കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. എന്നാൽ പിന്നെ അങ്ങനെ നമ്മളെ അപമാനിച്ചവനെ നമ്മൾ അപമാനിക്കണം, അത്രയും ഉദ്ദേശം കാണുമായിരിക്കാം, പരസ്യമായിട്ട് അപമാനിക്കുക. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ഈ ബുദ്ധിശൂന്യനായിട്ടുള്ള സ്ത്രീ ആലോചിച്ചിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കൊലപാതകം അത് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള മാഫിയ, അയാളെ തകർക്കുക എന്ന് തന്നെ. ഒറ്റയാൾ സമാധാനം പറയാൻ പോകുന്നു. ദിവ്യയ്ക്ക് കൊലപാതകത്തിലേക്കൊരു അങ്ങനെ ഒരു ചിന്തയല്ല. ഈ സാറ് പറഞ്ഞ പോലെ തന്നെ അപമാനിക്കുക എന്നുള്ളൊരു SLCക്ക് പഠിക്കുന്ന മകളുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ക്രൂരമായി കൃത്യം ചെയ്യുന്നു. മാത്രമല്ല MLA കാൻഡിഡേറ്റും ഒക്കെ ആയിട്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നതാണ്. അത് കളഞ്ഞു കുളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കൂടെ ഉള്ളവർ ഇയാളുടെ മനസ്സറിഞ്ഞിരിക്കും. ഇവനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ അവർ തന്നെ പറഞ്ഞു കാണും, കൂടെയുള്ള ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞു കാണും, ഇവനെ പോയി ഒരു തരത്തിലും സമാധാനിപ്പിക്കരുത്, ഇവൻ രക്ഷപ്പെടാൻ ഒരു തരം സൈക്കോളജിക്കൽ ഡെത്ത് അപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആരും ആശ്വസിപ്പിക്കാനല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ. അതാണ് അദ്ദേഹം വളരെ ഒരു ഡിലമ്മയിലായി. ട്രെയിനിൽ പോകണോ, അങ്ങോട്ട് പോയാൽ എങ്ങനെ അവരെ അഭിമുഖീകരിക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഇവനെ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോകളെല്ലാം ഇറക്കി വിപുലമായിട്ട് പ്രചരിപ്പിച്ച് ആസൂത്രിതമായിട്ട് പ്രവർത്തിച്ച ഒരു സംഘം ഇതിൻ്റെ പിന്നിലുണ്ട്. അവരെയും ഗൂഢാലോചന നടത്തിയ സംഘത്തിനെയും പുറത്തു കൊണ്ടുവരണം. അതായത് ഈ TTK ദേവസ്വം എന്ന് പറയുന്നത് കുറേ ദേവസ്വം ഭൂമിയൊക്കെ കയ്യേറിയിട്ട് അവിടെ ഭൂമാഫിയയുടെ ക്വാറി മാഫിയൊക്കെ നടത്തിക്കൊണ്ടു വന്നിരുന്നു എന്നുള്ളത് വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പെട്രോൾ പമ്പുമായിട്ടുള്ള അന്വേഷണം അദ്ദേഹം സ്വാഭാവികമായി നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങളും കൂടെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നും അദ്ദേഹം അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും അത് വിജിലൻസിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയിരുന്നു എന്നുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ അവിടെ കയ്യേറ്റങ്ങളും ഭൂമാഫിയ
ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം ഈ CPM കേന്ദ്രീകൃതമായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ദിവ്യയ്ക്കും മേലെ ഇത്തരത്തിലുള്ള സംഘത്തിന് ഈ പെട്രോൾ പമ്പിന്മേൽ നിയന്ത്രണം ഉണ്ടായിട്ടുണ്ടാകും എന്ന് പറയാൻ പറ്റുമോ? കണ്ട് എന്തൊക്കെയോ സംഘങ്ങൾ പ്രവർത്തിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൈക്കൂലി എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ സർവത്രയാണ്. കൈക്കൂലി ശമ്പളം വാങ്ങിക്കാത്തവൻ മണ്ടനാണെന്നാണ് പറയുന്നത്. RTO ഓഫീസിലൊക്കെ കൂട്ടമായിട്ട് വാങ്ങിച്ച് എല്ലാവരും കൂടെ ഷെയർ ചെയ്യുക. അതിൻ്റെ ഷെയർ MLAയ്ക്കും കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പലരും പറയാറുണ്ട് മകനെ IAS കാരെയൊന്നും വേണ്ട, RTO ഓഫീസിലൊരു പ്യൂണാണെങ്കിൽ അത് മതി എന്ന് പറയാറുണ്ട്. അതൊക്കെ എപ്പോഴും നടക്കാറുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുക, സർക്കാർ ഓഫീസുകളെ ശുദ്ധീകരിക്കുക എന്നൊരു ലക്ഷ്യമൊന്നും CPMകാർക്ക് വരാൻ സാധ്യതയില്ല. എന്ന് മാത്രമല്ല, CPMകാർ ദേശാഭിമാനി എന്നുള്ള പേരിലും വണ്ടിപിരിവിലും ധാരാളം കൈക്കൂലി അവരുടെ അഫിലിയേറ്റഡ് NGO സംഘടനകളിൽ നിന്ന് വാങ്ങാറുമുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് നല്ല ആസ്തിയുണ്ട്. അത് കൈക്കൂലി എന്ന് പറയുന്നില്ലെങ്കിൽ ഈ സംഭാവന എന്ന് പറയുന്നത് ഒരു തരത്തിൽ പിഴിഞ്ഞെടുക്കുന്നതാണ് സർക്കാർ ജീവനക്കാരെ, അല്ലേ? അത് തന്നെയാണ് കൈക്കൂലിയും പിഴിഞ്ഞെടുക്കലാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ ആദർശശുദ്ധിയൊന്നുമില്ല ഒരു സംഘടനയ്ക്ക്. ശമ്പളത്തിന് നേരെ കൈക്കൂലിക്ക് നേരെ കണ്ണടയ്ക്കുന്ന പരിപാടിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വലിയ ആദർശശുദ്ധിയൊന്നുമുള്ള സംഘടനയല്ല, അത് നിലനിൽക്കുകയില്ല, പണ്ട് കാണില്ല. അപ്പം അങ്ങനെയൊന്നും അല്ല ഇത്. വേറെ പിന്നെ ഇവരുടെ എന്തോ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവാൻ, രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇവനെ ആ രഹസ്യം പുറത്തു വിടാതിരിക്കാൻ വേണ്ടി തീർക്കാനുള്ള ആസൂത്രണം ഇതിൻ്റെ പിന്നിൽ നിന്നാരോ നടത്തിയിട്ടുണ്ട്. സർ, ഈ TV പ്രശാന്തൻ, എല്ലാവരും ദിവ്യയിലേക്കാണ് ശ്രദ്ധ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ TV പ്രശാന്തൻ എന്ന് പറയുന്ന ആളിലേക്ക് പോയിട്ടില്ല. ഈ 2 തരം ഒപ്പുണ്ടെന്ന് പറയുന്നതും 2 പേരുണ്ട് എന്ന് പറയുന്നതും അതായത് ഈ പരാതി കൃത്യമായിട്ടും മറ്റൊരു സ്ഥലത്ത് തയ്യാറാക്കി അന്ന് തന്നെ പ്രചരിപ്പിച്ചതാണ് എന്നുള്ളത് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കൈയക്ഷര പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് പക്ഷെ അതിലേക്ക് ഈ അന്വേഷണ സംഘം പോകാത്തതെന്ന കാര്യം തന്നെയല്ല. 2 കയ്യൊപ്പം എന്നൊക്കെ പറഞ്ഞാൽ, ഒപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടിക്ക് 2 ചിഹ്നം പാടും. 2 ചിഹ്നം കൊടുക്കുമോ ഏതെങ്കിലും പാർട്ടിക്ക്? പറഞ്ഞാൽ ഒപ്പെന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഒന്നിനെയാണ് നമ്മൾ ഒപ്പെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇയാൾ ഫ്രോഡെന്നാണ് പറയപ്പെടേണ്ടത്. 2 ഒപ്പുണ്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ലായിരുന്നല്ലോ 2 ഒപ്പ്. ആർക്കാ ഉള്ളത്? പിന്നെ ഇനീഷ്യലുണ്ട്, അതുപോലെ തന്നെ ഒപ്പുണ്ട്. ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട്, അതുണ്ടാവും. പക്ഷേ ഇത് ഇനീഷ്യലല്ല, ഇത് ഒപ്പാണ് ഇവിടെ വേണ്ടത്. ഇനീഷ്യൽ ഇടുക എന്ന് പറഞ്ഞാൽ ഹാജർ ബുക്കിലൊക്കെ നമ്മളിടുന്നത് ഇനീഷ്യൽസാണ്. ഒപ്പ് വേണമെന്നല്ല, ദിവസവും ചെന്ന് ഒപ്പിടുന്നത്. ഇനീഷ്യൽ ഇട്ടാൽ മതി. അപ്പോൾ അത് മാറി പഞ്ചായി. ഇതത് ഇങ്ങനൊന്നും പറ്റുന്ന കാര്യമല്ല. ഇത് ആർക്കും അറിയാൻ വയ്യാത്ത ഇയാളൊരു സർക്കാർ ജീവനക്കാരനായിട്ട് ഇയാൾക്ക് ഇത് അറിയാൻ വയ്യ. അല്ലെങ്കിൽ ഇത് പരാതിയെ സ്വീകരിക്കത്തില്ലല്ലോ അങ്ങനെ ഒപ്പിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇയാൾ വെറുതെ കള്ളം പറയുക, ഒരു കള്ളം സത്യമാക്കാൻ വേണ്ടി വേറെ കള്ളങ്ങൾ പറയുക. ഇങ്ങനെ കള്ളങ്ങളുടെ ഒരു നൂലാമാല ഉണ്ടാക്കി വെച്ച് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുക. ഒരർത്ഥവും. അതുപോലെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? കാരണം ആരും അന്വേഷണ സംഘം അങ്ങനെ ഒരു രീതിയിലേക്ക്, ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥൻ ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, അത് CPMന്റെ വലം കൈയായിട്ട് നിൽക്കുന്ന അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹമാണ് പോയിട്ട് ഇപ്പോൾ 3ാമത്തെ തവണ TV പ്രശാന്തന്റെ മൊഴിയെടുത്തു. പക്ഷെ അതിലൊന്നും ഒരു പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും കിട്ടാൻ വേണ്ടിയിട്ടില്ല. വെറും ഒരു പ്രഹസനം എന്നുള്ള രീതിയിൽ തന്നെയല്ലേ പോകുന്നത്. അത് തന്നെയാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ SFIക്കാർ കൊന്ന ആ വിദ്യാർത്ഥിയുടെ കാര്യം എന്ത്? ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എത്രയോ മരണങ്ങൾ. ഈ നീതി കിട്ടുക എന്ന് പറയുന്നത് ഓണം ബമ്പർ അടിക്കുന്ന പോലെ ആർക്കെങ്കിലും എപ്പോഴും കിട്ടും. അത് നീതി കിട്ടുന്നതാണ് വാർത്ത, നീതി കിട്ടാതിരിക്കുന്നത് വാർത്തയേ അല്ല. ഈ സാറ് പറഞ്ഞ പോലെ ഇവർക്ക് CBI അന്വേഷണത്തിന് വേണ്ടി ഒരു മൂവ് നടത്താം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇനിയിപ്പോൾ തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവരുടെ സംഘം തന്നെയാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് ഒരു കോർട്ടിലേക്ക് ഒരു ഹർജി കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അത്തരത്തിലൊരു മൂവ് നടത്തി കഴിഞ്ഞിട്ടുള്ള CBI അന്വേഷണം ഇതിൽ വന്നാൽ സത്യം തെളിയിക്കപ്പെടുമെന്ന് പറയാൻ പറ്റുമോ? അത് നടത്തേണ്ട സമയം കഴിഞ്ഞല്ലോ, അത് കൊടുക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇവർ നാട്ടിലിറങ്ങി തെളിവുകളെല്ലാം നശിപ്പിച്ച ആളുകളെ സംഘടിപ്പിച്ച് കഴിഞ്ഞു. ഇതിനിപ്പോൾ ആളുകൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ആവേശമൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ആദ്യം തന്നെ കൊടുക്കേണ്ടതായിരുന്നു. മാധ്യമങ്ങൾ പുതിയ കഥകൾ തേടി പോയി കഴിഞ്ഞു. മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് പോലും ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഒരു ഫോളോ അപ്പും ഉണ്ടാകുന്നില്ല.
കൈയൊഴിഞ്ഞു. പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ സഹായിക്കാൻ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥ വീണ്ടും പഴയതുപോലെ അവസ്ഥ. ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവൾ മറ്റേ PP ദിവ്യ വിജയിച്ചിരിക്കും. അതുതന്നെയാണ് ആര്യ രാജേന്ദ്രൻ്റെ, അവൾ വിജയിച്ചു, കണ്ടക്ടർ വഴി ആധാരമായി. സാറേ, ഇതിലെ അന്വേഷണം വരുമ്പോൾ ആരോപണങ്ങൾ നീളുന്നത് അത് അങ്ങ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് വരെ നീളുന്ന ആരോപണങ്ങളാണ്. അതായത് PP ദിവ്യയുടെ ഒരു മെൻഡർ എന്ന് പറയുന്നത് പി ശശി ആയിരുന്നു എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ വരുന്നു. SFI കാലഘട്ടത്തിലെ പ്രവർത്തനം ഒക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ നേരെ ഇപ്പുറത്തേക്ക് CPMന്റെ ഏരിയ അങ്ങനെ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടു വന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ബിനാമിയാക്കി വെച്ചിട്ട് കാര്യങ്ങൾ നടത്തുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എത്രത്തോളം ഒരു വസ്തുതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും? ഉണ്ടായിരിക്കണം. അത് തന്നെയല്ല, മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ഈ സ്ത്രീ വലിയ ചങ്ങാത്തത്തിലാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ബന്ധം ശ്രീമതി ഏട്ടും, അതെ, അതിനപ്പുറം അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ പിന്നെ ആരാണ് ശിക്ഷിക്കപ്പെടുക? അത് തന്നെ ഒരു സത്യമല്ലേ? ആ കണക്ഷൻസ് ഉണ്ടെങ്കിൽ ആരാണ് ശിക്ഷിക്കപ്പെടുക? ആർക്കും ഒരു ശിക്ഷയും കിട്ടില്ല, സുരക്ഷിതമാണ് അവർ. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇനി ഈ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നീതി കിട്ടാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയല്ല. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ഈ അവസ്ഥയിൽ? ഇത്രയായിട്ടും എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ ശ്രദ്ധ വിട്ട് കഴിഞ്ഞു. അതിൻ്റെ സ്റ്റീം മുഴുവൻ പോയി. എനിക്ക് തോന്നുന്നു ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇപ്പോഴും അദ്ദേഹത്തിന് നീതി കിട്ടണമെന്ന് പറഞ്ഞാൽ നിരന്തരം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഒരു പ്രസ്ഥാനം ഉണ്ടാവും, ഒരു പ്രസ്ഥാനം തന്നെയുണ്ട്. ജനങ്ങൾ സംഘടിച്ചൊരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ, അല്ലാതെ ഇതിപ്പോൾ കുടുംബക്കാരും അങ്ങ് കൈയൊഴിയും, ബന്ധുക്കളും കൈയൊഴിയും, എല്ലാവരും കൈയൊഴിയും. അന്നേരം പൊള്ളി വെച്ച 2 പെൺമക്കളും വിധവയായ സ്ത്രീയും മാത്രം ബാക്കി. അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് മരണ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഓരോരുത്തരും പോകുന്ന പോലെ ആളൊഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെ അവിടെ അവസാനം ആയിത്തീരുകയും ചെയ്യുന്ന ദാരുണമായ യാഥാർത്ഥ്യത്തിലേക്കാണ് കാര്യങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ദിവ്യയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ആദ്യം ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു. അവർ വിചാരിച്ച രീതിയിലേക്ക് തന്നെ ആ ഒരു അറസ്റ്റിൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ CPMന് കഴിഞ്ഞു എന്ന് തന്നെയല്ലേ നമ്മൾ ഇതിലൂടെ കരുതേണ്ടത്? തീർച്ചയായിട്ടും. ഇനി പടിപടിയായിട്ട് അവരെ പാർട്ടിയിൽ പ്രൊമോട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ട് പി ശശിക്കൊക്കെ ഉണ്ടായാലും അതുപോലെ തന്നെ പ്രമോഷൻ കിട്ടുമല്ലേ ചെയ്യുക? അതാണ് ചെയ്യുക. അതായത് ഈ പ്രസ്ഥാനം ഇനി എന്തെങ്കിലും ഒരു സാധാരണക്കാരന് നീതി ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്ത പറ്റില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി മാത്രമാണ് അവരെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇനി പടിപടിയായിട്ട് ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അങ്ങനെ പടിപടി ജില്ലാ കമ്മിറ്റി വരും. പിന്നെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ ആക്കി പുതിയ പ്രസിഡന്റിനെ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ മാറ്റിയിട്ട് പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ PP ദിവ്യ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധികാരത്തിൽ. അങ്ങനെ നല്ല ഓപ്പറേഷനാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബം നടത്തുന്ന ഒരു നീക്കം നടത്തുമെന്നാണ് പറയുന്നത്. CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹർജി ഫയൽ ചെയ്യുമെന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാലും അത്തരത്തിലൊരു നീക്കം നടത്തുകയും അദ്ദേഹത്തിന് ഒരു നീതി കിട്ടുകയും ചെയ്യട്ടെ എന്ന് നമുക്കും ഈശ്വരനോട് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ പറയാൻ. നന്ദി സാർ.